നമസ്കാരം. ഇന്ന് നാം കാണുന്ന കാലണ്ടർ എല്ലാ റെസിഡൻസ് അസോസിയേഷനും കാലണ്ടർ അടിച്ചിറക്കുന്നു. അതിനകത്ത് മുഴുവൻ പഞ്ചാംഗത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തിഥി, വാരം, നക്ഷത്രം, കരണം, യോഗം എന്നിങ്ങനെയൊക്കെ. അപ്പോൾ അന്നന്ന് തിഥി എഴുതിയിട്ടുണ്ട്, നക്ഷത്രം എഴുതിയിട്ടുണ്ട്, എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് റെസിഡൻഷ്യൽ അസോസിയേഷൻ കാലണ്ടർ ഇറക്കുന്നു. ജ്വല്ലേഴ്സ്, ഒരുപാട് ജ്വല്ലറി സ്ഥാപനങ്ങൾ കലണ്ടേഴ്സ് ഇറക്കുന്നു. മറ്റ് ഇതര സ്ഥാപനങ്ങളും കാലണ്ടർ ഇറക്കുകയാണ്. ഒരു ന്യൂ ഇയർ വരുമ്പോൾ അവർ കാലണ്ടർ ഇറക്കുന്നു. അതിൽ ഒരു തെറ്റുമില്ല. സന്തോഷമായിട്ട് നല്ല പ്രവൃത്തി തന്നെ നടക്കട്ടെ. അതെല്ലാവർക്കും കൊടുക്കുകയാണ്, ഒന്നൊന്നായിട്ട് കൊടുക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും കാലണ്ടറെങ്കിലും ഉണ്ടാവും. അന്നത്തെ ദിവസം നക്ഷത്രം മനസ്സിലാക്കുവാൻ സഹായിക്കും. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കാലണ്ടർ ഇറക്കി റിവൈസ് ചെയ്ത് വന്നപ്പോൾ എന്തായി? അവർ പുതിയതായിട്ട് ഒരു 2-3 സിമ്പൽ അതിനകത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ചില കാലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിവസങ്ങളിൽ മുഹൂർത്തം ഇന്ന് നല്ല മുഹൂർത്തമാണ്, നല്ല ദിവസമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു നാദസ്വരത്തിൻ്റെ സിമ്പലോ അല്ലെങ്കിൽ താലിയുടെ സിമ്പലോ കൊടുക്കുവാനായിട്ട് തുടങ്ങി. നമ്മുടെ മനസ്സ് അതിലൂടെ ചിന്തിക്കുകയാണ്, ഇന്ന് മുഹൂർത്ത ദിവസമാണല്ലോ, ഇന്ന് നല്ലത് ചെയ്യാമല്ലോ എന്നിങ്ങനെ പലതരം ചിന്തകൾ വന്നു തുടങ്ങി. സ്വയം ജ്യോതിഷിയാണെന്ന് കൽപ്പിക്കുവാനുള്ള ഒരു പ്രേരണ തുടങ്ങുകയാണ്. അത് ഏത് ആംഗിളിൽ നോക്കണം, എന്താണ് അതിൻ്റെ താല്പര്യം എന്ന് ഒരു തരത്തിലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അവർ എന്തു ചെയ്യും? ഇന്ന് കാലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, ആര് എവിടെ എങ്ങനെ ഈ കാലണ്ടർ അടിച്ചു, എന്തിൻ്റെ ബേസിസിലാണ് ആ താലിയുടെ ആ സിമ്പൽ അവിടെ വന്നത്, ഏത് മുഹൂർത്തമാണ്, ആർക്ക് ചേരും, എന്താണ്, ഒരു പിടിയുമില്ല. അപ്പോൾ സാധാരണക്കാരന് കൺഫ്യൂഷൻ കൂടുതലായി. ഇന്ന് വി ആർ ഓവർ ഇൻഫോംഡ്. ആക്ച്വലി വി ആർ ഓവർ ഇൻഫോംഡ്. ഒരു ഉദാഹരണം കൂടി പറയാം. എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. ഒരു റെസിപ്പി ഇന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കുകയാണ്. ഒരു സാധാരണ ഒരു വീട്ടമ്മ അടിച്ച് നോക്കുകയാണ്, അവിയൽ എങ്ങനെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അവിയൽ റെസിപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ 1,00,000 വീഡിയോ ഇങ്ങനെ വരികയാണ്. അതെല്ലാം നോക്കി രാത്രിയായി. അവിയലും ഇല്ല, ഒന്നുമില്ല. വി ആർ ഓവർ ഇൻഫോംഡ് എന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പലതരം ഇൻഫർമേഷൻ കിട്ടി. ഒരു വസ്തു ഇന്ന് ആഹാരം കഴിക്കാനും പറ്റുന്നില്ല, TV കാണാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഇയർഫോൺ വെക്കാൻ പറ്റുന്നില്ല. പലതരത്തിലും കൺഫ്യൂഷനും കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതും കൂടി വന്നു തുടങ്ങി. കാലണ്ടറിൽ ഈ വക സിമ്പിൾ. ഇത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു വലിയ വിപത്തിലേക്ക് നീങ്ങുകയാണ്. നാം ഈ സമൂഹത്തെ ചിന്തിപ്പിക്കുകയാണ്. അതായത് ഒരു കാലണ്ടറിൽ നാദസ്വരത്തിൻ്റെ സിമ്പൽ കണ്ടാൽ നീ അന്ന് മുഹൂർത്തമാണെന്ന് കരുതിക്കോളൂ, അന്ന് വിവാഹം നടത്തിക്കോളൂ, ഇല്ലെങ്കിൽ അന്ന് ഗൃഹപ്രവേശനം ചെയ്തോളൂ, ഇല്ലെങ്കിൽ അന്ന് പുതിയ പ്രോജക്റ്റ് തുടങ്ങിക്കോളൂ എന്നിങ്ങനെ പലതരം കൺഫ്യൂഷനിലേക്ക് നയിക്കുകയാണ്. അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയട്ടെ. കാലണ്ടറിൽ ഈ താലിയുടെ സിമ്പലോ മുഹൂർത്തത്തിൻ്റെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിക്കുന്ന സിമ്പലോ ആവശ്യം ഇല്ല എന്നുള്ള വസ്തുത ഒന്നുകിൽ ഈ കാലണ്ടർ പ്രിൻ്റ് ചെയ്യുന്നവൻ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അതിലേക്ക് ഓർഡർ കൊടുക്കുന്നയാൾ, എന്നിങ്ങനെ കുറേ പാർട്ടികൾ ഇൻവോൾവ് ആണ്. ഒരാളല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ മാർക്കറ്റിംഗ് ടീമായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ സ്വയമേവ ഇനി പഞ്ചാംഗം ഇല്ലാത്തതുകൊണ്ട് പഞ്ചാംഗം നോക്കി കാലണ്ടർ പ്രിപ്പയർ ചെയ്യും, ഇല്ലെങ്കിൽ കാലണ്ടർ പ്രിൻ്റ് ചെയ്യുന്ന ആൾ ഇതിന് മുന്നേ ചെയ്ത കാലണ്ടറിനെ അങ്ങനെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോപ്പി ചെയ്ത്, കാരണം ഇന്നത്തെ തിഥിവാര നക്ഷത്രകരണം യോഗം മാറ്റപ്പെടുന്നില്ല, അതിന് പുതിയൊരു ഇൻഫർമേഷൻ ആവശ്യമില്ല. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രമാണ്, മാറില്ല. അതിനിപ്പോൾ ആര് പ്രിൻ്റ് ചെയ്താലും മാറില്ല. നാഴികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം വ്യത്യാസം ഉണ്ടായേക്കാം. എന്തായാലും ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ച ഒരു കാര്യം വീണ്ടും പറയട്ടെ. എല്ലാ എപ്പിസോഡിലും പറയുന്ന ഈ പ്രമാണം കുറച്ച് പേരെങ്കിലും ശ്രവിക്കും, ഇല്ലെങ്കിൽ അത് പഠിക്കും. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായികരാജൻ. ഇത്രയും ഒരു വിലപ്പെട്ട ഒരു ശ്ലോകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര രീതിയിൽ നാം ഇതിനെ തടയണം. ഇല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഈ കാലണ്ടറിൽ മുഹൂർത്തത്തെ കുറിക്കുന്ന സിമ്പലുകളൊന്നും ഇല്ലാതെ ഇരിക്കുവാൻ ശ്രമിക്കുക. ഇനി അഥവാ അങ്ങനെ ഉള്ള കാലണ്ടർ ഉണ്ടെങ്കിൽ പോലും
സാധാരണക്കാരുടെ അടുത്ത് ഒരു അപേക്ഷയാണ്. അതിനെ ഇഗ്നോർ ചെയ്യുക, വിട്ടേക്കുക, മറന്നു കളയുക, അതിൽ നോക്കരുത്. നോക്കി സ്വയം തീരുമാനിക്കരുത് ഇന്ന കാര്യം ചെയ്യാം, ഇന്ന കാര്യം ചെയ്യരുത് എന്ന് ദയവ് ചെയ്ത് തീരുമാനിക്കരുത്. കാരണം മുഹൂർത്തം അതുവഴി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും, നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കും, കൂടെയുള്ളവർ പഠിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഇത് തന്നെയാണ് ആചാരമാകും, നാളെ പഞ്ചാംഗം വരത്തില്ല എന്നിങ്ങനെ മുന്നോട്ട് പോകും. ഇന്ന് ജ്യോതിഷ സോഫ്റ്റ്വെയർ വന്ന് ഇന്ന് ജ്യോതിഷത്തിലേക്ക് നവഗ്രഹങ്ങൾ കൂടാതെ ഇന്ന് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇതൊക്കെ കയറി വന്നിട്ടുണ്ട്. അവർ ഈ കമ്പ്യൂട്ടർ കോഡ് ചെയ്യുന്ന ആൾ പലതും കൊടുക്കും. അവർക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ നാളെ എങ്ങനെ പോകുന്നുള്ളത്. ഒരു 50 കൊല്ലം കഴിയുമ്പം നെപ്റ്റ്യൂണിനെ കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും, ഏതെങ്കിലും ഒരു മനുഷ്യൻ തുടങ്ങും. അത് തന്നെ ശാസ്ത്രമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഏതായാലും ഈ വിഷയം മനസ്സിലാക്കി